Hi friends, welcome to Pratap Tech. Realme XT നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ എക്സ്പെർട്ട് ആണ്. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു അൺബോക്സിംഗും ഇനീഷ്യൽ ഇംപ്രഷനും ഇന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ Realme XTയുടെ ബോക്സ്. Realme നമ്പർ 1, Realme XT അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. റിയർ സൈഡിലും കുറച്ചധികം ഡാറ്റാസ് ഒക്കെ ഉണ്ട്. വീണ്ടും കുറേ ഡാറ്റാസ്. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് വേറൊരു ബോക്സ് കാണാം. യൂഷ്വലി കേസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അടങ്ങുന്ന ഒരു ബോക്സ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് വരുന്നത് ഒരു കേസും കുറച്ച് ഡോക്യുമെൻസുമാണ്. അത് നമുക്ക് മാറ്റി വെച്ചാൽ കേസ് നല്ല സ്ട്രോങ് ആയ ഒരു കേസാണ്. ക്യാമറ ബമ്പ് കവർ ചെയ്യാനൊന്നും ഒത്തിരി സ്ട്രോങ് ആയ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ ആ സെക്ഷനിൽ. ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 6GB റാം 64GB വേരിയൻ്റ് ആണ്. 16,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നല്ലൊരു ഫോൺ കേസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് ആ ബോക്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ടൈപ്പ് സി കേബിൾ ആണ്. അപ്പോൾ വോക്ക് 3.0 ടൈപ്പ് സി കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. വോക്ക് 3.0 ആണ്, അതായത് 5V 4A ചാർജറാണ്, 20W ഫാസ്റ്റ് ചാർജർ. ഇനി ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല പ്രീമിയം ലുക്ക്, എക്സാക്ട്ലി മിഡ് റേഞ്ചിലെ അല്ല ടോപ്പ് റേഞ്ചുകളിൽ കാണുന്ന ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഒരു ഓവർവ്യൂ നോക്കാം. മുകളിൽ നമുക്ക് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ് കാണുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പവർ ബട്ടൺ മാത്രമാണ്. ഇത്തിരി കളർഫുള്ളായ ഒരു പവർ ബട്ടൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ ഒന്നും റൈറ്റ് സൈഡിലില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, അതേപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്കും നമുക്ക് താഴെ കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സ് ആണ് നമുക്ക് ആദ്യം കാണുന്നത്. മുകളിലായിട്ട് നമുക്ക് സിം ട്രേയും കാണാൻ സാധിക്കും. സിം ട്രേയുടെ കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. സ്പെസിഫിക്കേഷൻ ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. അതേപോലെ തന്നെ LED ഫ്ലാഷും ക്യാമറകളുടെ ഐക്കണൊക്കെ അവിടെ കാണാം. താഴെ റിയൽമി ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. 2 സൈഡും ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ്. ഫ്രണ്ടിൽ ആ ഗൊറില്ല ഗ്ലാസ് 5ന് പുറമെ സ്ക്രീൻ ഗാർഡും പ്രീ അപ്ലൈഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം. അതേപോലെ മുകളിൽ നമുക്ക് ഡ്യൂ ഡ്രോപ്പ് നോച്ചിനകത്ത് 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, അതിന് മുകളിലായിട്ട് നമുക്ക് ഇയർ പീസും കാണാം. ഇനി നമുക്ക് ഡിവൈസ് ഓൺ ചെയ്യാം. അതിനിടയിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് പ്രൈസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം. ഡിസ്പ്ലേ 6.4 ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഡ്യൂ ഡ്രോപ്പ് സ്ക്രീൻ ആണ്. 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഫോണാണ്. പ്രൊട്ടക്ഷൻ ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഫ്രണ്ടിലും ബാക്കിലും. പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 712 ആണ്. 10nm പ്രോസറാണ്. 2.3 GHz ക്ലോക്ക് സ്പീഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അഡ്രീനോ 616 ആണ് GPU. സിം സ്ലോട്ട് ട്രിപ്പിൾ സ്ലോട്ട് ആണ്. OS ColorOS 6, ആൻഡ്രോയിഡ് പൈ. ക്യാമറ സ്പെസിഫിക്കേഷൻ 64 മെഗാപിക്സൽ GW1 സാംസങ് സെൻസറാണ്. f1.8 ആണ് ആപ്പച്ചർ. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സൽ മാക്രോ, 2 മെഗാപിക്സൽ ഡെപ്ത്, 16 മെഗാപിക്സൽ സെൽഫി. സൈസും വെയിറ്റ് നോക്കിയാൽ 8.6mm ആണ് തിക്നെസ്. 183 ഗ്രാം ആണ് വെയിറ്റ്. ബാറ്ററി 4000 mAh വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 5V 4A വോക്ക് 3.0 ആണ് ചാർജർ. അപ്പോൾ നമ്മൾ ഫോൺ ഓൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഫേസ് അൺലോക്കിൻ്റെ ഒരു പെർഫോമൻസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ് അൺലോക്ക് പോലുള്ള സംവിധാനങ്ങൾ വളരെ ഫാസ്റ്റ് ആണ്. ഇനി നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ ഒരു പെർഫോമൻസ് നോക്കാം. അതും ഇതേപോലെ തന്നെ ഫേസ് അൺലോക്ക് പോലെ തന്നെ ഫാസ്റ്റ് ആണ്. യാതൊരു ഇഷ്യൂ ഇല്ല. ടച്ച് ചെയ്യുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. വളരെ സ്മൂത്തായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ. കൂടുതലും ഫിംഗർ പ്രിന്റ് സെൻസറെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. ഫേസ് അൺലോക്ക് അത്ര സേഫ് ആയിരിക്കാൻ വഴിയില്ല. ഇനി നമ്മൾ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഡ്രോയും കാര്യങ്ങളൊക്കെ കാണാം. ആപ്പ് ഡ്രോ ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ColorOSൽ, പ്രത്യേകിച്ചും റിയൽമി വെർഷനിൽ. നമുക്ക് മറ്റാവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ ബ്ലൂടൂത്ത് ധാരാളം ഉണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ബ്ലൂടൂത്ത് ആണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫോണിൻ്റെ എബൌട്ട് സെക്ഷൻ കാണാം. മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ColorOS വെർഷൻ 6.0.1 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. പ്രോസസർ സ്നാപ്ഡ്രാഗൺ 712 ആണ് വരുന്നത്. 2.3 GHz ക്ലോക്ക് സ്പീഡിലാണ്. അഡ്രീനോ 616 ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. റാം നമുക്ക് 6GB റാമിൻ്റെ ഒരു വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിവൈസ് സ്റ്റോറേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 64GBയിൽ 51.5GB ആണ് നമുക്ക് യൂസർക്ക് കിട്ടുന്നത്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 5 ജൂലൈ ആണ്, 2019 ആണ്. അപ്പോൾ അത് ഇത്തിരി ഓൾഡാണ്. കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായേനെ. ക്യാമറ ടു API ഫുള്ളായിട്ട് എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് സാർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ *#07# അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാർ വാല്യൂ കാണാം. ഹെഡ് സാർ വാല്യൂ 1.141 ആണ്. ബോഡി സാർ വാല്യൂ 0.473 ആണ്. ഇന്ത്യൻ സാർ വാല്യൂ ലിമിറ്റ് 1.6 ആണ്. ഇവിടെ 1.1 ഉള്ളൂ. അപ്പോൾ ആ ലിമിറ്റിനകത്ത് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്യാമറ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്യാമറ സാധാരണ ColorOSലെ ആ ക്യാമറ ഇൻ്റർഫേസ് തന്നെയാണ്.
വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് ഏറ്റവും താഴെ മുകളിൽ നിങ്ങൾക്ക് ക്രോമ പോസ്റ്റ് പോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടുന്ന ഓപ്ഷനൊക്കെ അവിടെ കാണാം. ഇനി കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് മെനുവിലാണ് കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിൽ അൾട്രാ 64MP. അപ്പോൾ 64MP ഇമേജ് എടുക്കണമെങ്കിൽ ഇതിനകത്ത് ഏറ്റവും മുകളിലെ ആ ഓപ്ഷൻ എടുക്കണം. അതുകൂടാതെ എല്ലാ യൂഷ്വലായിട്ട് കാണുന്ന സംഭവങ്ങളുണ്ട്. ഏറ്റവും താഴെ അൾട്രാ മാക്രോ ലെൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക. അപ്പോൾ മാത്രമേ ആ ലെൻസ് വർക്ക് ചെയ്യുള്ളൂ. സ്ലോ മോഷൻ നോക്കി കഴിഞ്ഞാൽ 240 ഫ്രെയിം പെർ സെക്കൻഡ്, 960 ഫ്രെയിം പെർ സെക്കൻഡ്. ഫുൾ HD നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡ് അത്രയും വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ വീഡിയോ ക്യാമറയുടെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ 720, അതായത് HD, ഫുൾ HD, 4K അങ്ങനെ വീഡിയോയുടെ സെക്ഷനിലുള്ള എല്ലാ ഫീച്ചറുകളും ഇതിനകത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമറയുടെ ഭാഗത്ത് കാണേണ്ടുന്ന എല്ലാതരം ഫീച്ചറുകളും ഉൾപ്പെടുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷട്ടർ സ്പീഡ് നോക്കാം. 64 മെഗാപിക്സൽ എത്രത്തോളം ലാഗ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ വലിയ ലാഗൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 64 മെഗാപിക്സൽ ആണെങ്കിലും അത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഇമ്പ്രസീവായ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ലാഗ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 48 തന്നെ പലപ്പോഴും ലാഗാവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് 64 വലിയ ലാഗൊന്നും ഇല്ലെന്ന് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഷട്ടർ സ്പീഡും കാര്യങ്ങളും ഉണ്ട്. വലിയ ലാഗൊന്നുമില്ല. 64 മെഗാപിക്സൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്തിരി ലാഗ് പ്രതീക്ഷിച്ചതാണ്. ആ ഒരു ലാഗൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല ക്വാളിറ്റിയും നല്ലോണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറ സെറ്റപ്പ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇമേജ് സാമ്പിളുകളിലൂടെ പറയാം. അതിനു മുമ്പ് നമുക്ക് സെൽഫിയുടെയൊക്കെ ഒരു ഷട്ടർ സ്പീഡും കൂടി ഒന്ന് പരിശോധിക്കാം. നോർമൽ ക്യാമറയുടെ ഒരു ഇമേജാണ് നമ്മൾ കാണുന്നത്. അതും ഷട്ടർ സ്പീഡിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫാസ്റ്റായ ഇമേജുകൾ തരുന്നുണ്ട്. ഫാസ്റ്റായ ഷട്ടർ സ്പീഡും ഉണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും വളരെ ഫാസ്റ്റായ ഷട്ടർ സ്പീഡ് തന്നെയാണ് ഉള്ളത്. ഓപ്പൺ ചെയ്യുമ്പോൾ സെൽഫിയിൽ ഇത്തിരി ലാഗ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് കുഴപ്പമില്ലാത്തൊരു ഇമേജുകളും കാര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ കണ്ടാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഞാനത് കുറച്ച് സാമ്പിളുകളോടെ പറയാം. അപ്പോൾ ഈ കാണുന്നത് ഒരു സാധാരണ ഇമേജാണ്. സാധാരണ നമ്മുടെ ഫോട്ടോയിൽ സെക്ഷനിലൂടെ നോർമലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൻ ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് തരക്കേടില്ല. 64 വരുമ്പോഴും ഇത് 64 മെഗാപിക്സലാണ്. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ്. സൈഡ് ബൈ സൈഡ് കാണിക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം കാര്യമായൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ക്യാമറ റിവ്യൂ ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് കുറച്ചും കൂടി നല്ല ഇമേജുകൾ ആഡ് ചെയ്തുകൊണ്ട് കാണിക്കാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് കാണാം. ലെഫ്റ്റ് സൈഡിൽ നോർമൽ ക്യാമറയും റൈറ്റ് സൈഡിൽ 64 മെഗാപിക്സലുമാണ്. ഇത്രയും സൂം ചെയ്യുമ്പോൾ 400, അതായത് 4 ഇരട്ടിയൊക്കെ സൂം ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വ്യത്യാസം. അതല്ലെങ്കിൽ ഇതുപോലെ നോർമൽ ഇമേജ്, ഇത് മെയിൻ ക്യാമറയുടെ നോർമൽ ഇമേജ്, ഇത് 64 മെഗാപിക്സലിൻ്റെ നോർമൽ ഇമേജ്, കാര്യമായൊരു ഡിഫറൻസ് നമുക്ക് ഇതിനകത്ത് കാണില്ല. സൈഡ് ബൈ സൈഡ് വെച്ച് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് റൈറ്റ് സൈഡിൽ കാണുന്ന 64 മെഗാപിക്സലിൻ്റെ ക്വാളിറ്റി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. ഇനി കുറച്ച് സാധാരണ ഇമേജുകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഇമേജുകളെല്ലാം തന്നെ ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്കിപ്പോൾ ക്ലൗഡി സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് തരുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഇമേജുകളായാലും സാധാരണ ഇമേജുകളായാലും എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലും നമുക്ക് തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ക്യാമറ റിവ്യൂവിൽ നോക്കാം. ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വിശദമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അത് ചെയ്യാം. സെൽഫി ക്യാമറയുടെ ഒരു ഇമേജാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയും നമുക്ക് ഇവിടെയും കാണാം. ഡയറക്റ്റ് ലൈറ്റുള്ള സമയത്തായാലും ഇപ്പോൾ ഇത്തിരി ലൈറ്റ് കുറവുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ നല്ലൊരു പെർഫോമൻസ്, തിരക്കില്ലാത്തൊരു പെർഫോമൻസ് ഇതിൻ്റെ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും നമുക്ക് തരുന്നുണ്ട്. എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയൊരു പെർഫോമൻസ് തന്നെയാണ് ഈ മെയിൻ ക്യാമറയൊക്കെ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ചും സാംസങ് സെൻസർ അത്ര കണ്ട് ക്വാളിറ്റി തരുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്തിരി എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ നിലയിൽ ഇംപ്രസ്ഡ് ആണ്. ഇതൊരു വീഡിയോ ക്വാളിറ്റിയാണ്. ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ട് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. വലിയ തിരക്കേടില്ലാത്തൊരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോയും വലിയ പ്രശ്നമില്ല. ഒറ്റ നോട്ടത്തിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ക്യാമറ റിവ്യൂ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് റിയർ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പക്ക സ്മൂത്ത് എന്ന് തോന്നുന്നില്ല. എന്തായാലും അതൊക്കെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ റിവ്യൂവിൽ വിശദമായിട്ട് പറയാം. എന്തായാലും ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയും ഡൈനാമിക് റേഞ്ചും ക്ലൗഡും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കൈയൊക്കെ അങ്ങനെ ബേൺ ഔട്ടായൊന്നും പോവാതെ നല്ല ഒരു രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ലൈറ്റിലൊക്കെ മികച്ചൊരു പെർഫോമൻസ് ഈ ഒരു ക്യാമറ സെൻസർ തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല ഒരു ഇമേജുകളാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൂടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇംപ്രസീവ് ആണ് ഈ ഒരു റിസൾട്ട്. അപ്പോൾ ടോട്ടലി ഞാൻ ഈ ഒരു ക്യാമറയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. മൊത്തത്തിൽ ഈ ഒരു ഫോണും വളരെ ഇംപ്രസീവായിട്ടൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഈ കണ്ടതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആയിരുന്നു. തിരക്കേടില്ല, നല്ല സ്റ്റൈലിഷ് ആയ ഒരു പ്രീമിയം, എക്സാക്ട്ലി ഒരു പ്രീമിയം ലുക്കുള്ള ഒരു നല്ല ക്യാമറ സെറ്റപ്പിലുള്ള ഒരു ഫോണായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറ റിവ്യൂ, അതേപോലെ തന്നെ കമ്പാരിസണുകളും, ഗെയിമിംഗ്, അതേപോലെ തന്നെ എന്താ പറയുക, ഫുൾ റിവ്യൂ, പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്ന ദിവസങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.